നമസ്കാരം, ഞാൻ മനോജ് അങ്ങാടിക്കൽ. ഹൈദരാബാദിലെ സെക്കൻഡറാബാദ് ബാലാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം, ഹൈദരാബാദിലുള്ള പല മലയാളി സമാജം ആൾക്കാരും ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. ഈ സംരംഭത്തിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യാറുണ്ട്. ഇങ്ങനൊരു സംരംഭം ഇവിടെ ഉള്ളതിൽ മലയാളി എന്ന നിലയ്ക്ക് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കാരണം നിരവധി സാധാരണ ആൾക്കാരെ, പാവപ്പെട്ടവരെ ഇവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണ് താങ്കളുടെ പേര്? എൻ്റെ പേര് സജീഷ് മോനൻ. നാട്ടിലെവിടെയാണ് അങ്ങയുടെ സ്ഥലം? നാട്ടിൽ മാവേലിക്കര. ഇവിടെ ഹൈദരാബാദിൽ വന്നിട്ട് എത്ര വർഷമായി? 3 വർഷം. ഈ സ്ഥാപനം തുടങ്ങിയത് എന്താണ്? അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഈ സ്ഥാപനം ഞാൻ തുടങ്ങിയത് ഫെബ്രുവരി 12, 2025 ഈ സ്ഥാപനം തുടങ്ങിയത്. ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ 3 വർഷത്തിന് മുമ്പേ ഹോം കെയർ സർവീസസ് ആണ് തുടങ്ങിയത്. ബേസിക്കലി ഞാനൊരു നേഴ്സാണ്. പിന്നെ ഇത് സ്ഥാപനം തുടങ്ങുവാന്ന് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, എൻ്റെ ഫാദർ കോവിഡ് സമയത്ത് ഒരു 6 മാസത്തോളം ബെഡ് റിഡൻ ആയിരുന്നു. അപ്പം പുള്ളിക്ക് വേണ്ടി ചെയ്ത സർവീസ് ഞാൻ, എൻ്റെ ഫാദറിൻ്റെ പോലെ ഒത്തിരി പേര് ആവശ്യമുള്ളവരുണ്ട്. അപ്പം അവർക്കൊരു നല്ലൊരു സർവീസ്, നല്ലൊരു വീട് പോലുള്ള ഒരു സ്ഥാപനം, അവർക്ക് വേണ്ടിയുള്ള, അവർക്ക് അവരുടെ പെയിൻ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഇമോഷണൽ ഡിസ്ട്രെസ്, അതിലെല്ലാം നമ്മളൊരു റിലീഫായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്ഥാപനം നിങ്ങൾ തുടങ്ങിയിട്ട് എത്ര? 3 വർഷം അല്ലേ? നമ്മൾ ഓൾഡ് ഏജ് ഹോം ഇത് തുടങ്ങിയിട്ട് ഇപ്പം 3 മന്ത്സ്. ഞങ്ങളുടെ SGF നഴ്സിംഗ് ഹോം കെയർ സർവീസ് തുടങ്ങിയിട്ട് 3 ഇയേഴ്സ്. ഇതിനകത്ത് ഇപ്പോ നിലവിൽ എത്ര പേര്? ഇപ്പം നമുക്കൊരു 7 മെമ്പേഴ്സ് ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന അന്തേവാസികൾ, അത് എങ്ങനെയൊക്കെയുള്ള ലെവലിൽ നിന്ന് വന്നവരാണ്? എല്ലാം സാധാരണക്കാരാണോ, അതോ നല്ല ഹൈ ലെവൽ പാർട്ടി, അങ്ങനെ അവരുടെ മക്കൾക്ക് നോക്കാൻ വയ്യാതെ കൊണ്ടിട്ടവരോ, അങ്ങനെ ഉണ്ടോ? അതോ എങ്ങനെയാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ? ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ കുറേ പേര് തന്നെ മക്കള് വിദേശത്തുള്ളവർ, അല്ലെങ്കിൽ മക്കൾക്ക് അവർ വർക്കിന് പോയിട്ട് നോക്കാൻ കഴിയാണ്ട് വീട്ടിൽ തനിച്ചായിട്ടുള്ളവരും രോഗികളായിട്ടുള്ളവരും അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. മക്കൾക്ക് നോക്കാൻ സമയമില്ല, പക്ഷെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നതല്ല, അവർക്ക് അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴും മാതാപിതാക്കൾ ഒറ്റയ്ക്ക് വീട്ടിലായതുകൊണ്ട് നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് സുരക്ഷിതമായിട്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി? നമ്മൾ കെയർ ടേക്കർ സർവീസ്, നഴ്സിംഗ് സർവീസ്, ഇപ്പോൾ എമർജൻസി കേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ വിളിക്കും, ഡോക്ടർ വിസിറ്റിംഗ് ഉണ്ട്. പേഷ്യൻറ്റിന് എന്താണോ വേണ്ടത് അതിൻ്റെതായ കാര്യങ്ങൾ, ഇപ്പോൾ ലാബ് സർവീസ് നമുക്കുണ്ട്. പിന്നെ നമുക്ക് ഫിസിയോതെറാപ്പി, പേഷ്യൻറ്റിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾക്കനുസരിച്ചുള്ള ഡോക്ടേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ പുറത്ത് ജോലി വർക്ക് ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നത്? അതെ. സാധാരണ ഈ കൊണ്ടുവരുന്നവർ ചെറിയൊരു എമൗണ്ട് കൊടുക്കും, അതുകൊണ്ട് മാത്രം പറ്റില്ലല്ലോ. അപ്പം നിങ്ങളുടെ ആ ഒരു സമ്പാദ്യത്തിൽ നിന്നുകൂടിയല്ലേ ഇവർക്ക് നിങ്ങൾ ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നത്? തീർച്ചയായിട്ടും സഹായിക്കാനുണ്ടോ? സഹായിക്കാൻ അങ്ങനെ പുറത്തൊന്നും ആരുമില്ല. നമ്മുടെ ഒരു ഡ്രീമാണിത്. ഇപ്പൊ ഞാനായാലും കുറച്ച് പ്രോബ്ലംസും, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്, ആങ്ങളെയായാലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്. നമുക്ക് കൂടുതലും ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ടേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തില്ല. അല്ല, ഞാനിപ്പോ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളൂ, ഇത് നിങ്ങളുടെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു സംരംഭം. മക്കളെന്ന് പറയുന്ന ഈ വന്ന കാലത്ത് കാശുണ്ടാക്കി അവർ വെളിനാട്ടിൽ പോയി ജീവിക്കുന്നു. അവരുടെ അച്ഛനും അമ്മയും പ്രായമായ ഒരു പരിധിവരെ അവർ നോക്കും. അതിനുശേഷം പിന്നെ നോക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അത് സമയം കിട്ടുന്നതോ കിട്ടാത്തതോ അത് രണ്ടാമത്തെ വിഷയം. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ ആൾക്കാരും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്, അല്ലേ? മക്കൾ നോക്കുന്നതിനേക്കാൾ നല്ലതുപോലെ നിങ്ങൾ നോക്കുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കും ഉണ്ടാവും. അതെ അതെ. അപ്പൊ നമ്മളിവിടെ നമ്മുടെ അടുത്ത് നമുക്ക് വരുന്ന ഓരോ പേഷ്യന്റിനും നമ്മൾ പുറത്തു പോയി, ഞങ്ങൾക്ക് നഴ്സിംഗ് ഹോം കെയർ സർവീസ് ഉണ്ട്.
അപ്പം ആ സർവീസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമുണ്ട്. ആ വരുമാനത്തിലൂടെയാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. കാരണം ഇത് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റാണ്. ആ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഞങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയൊരു ഇതാണ് മുന്നോട്ട് ചലഞ്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് ഏറ്റെടുത്തത്. പക്ഷെ നമ്മളിപ്പോൾ നഴ്സിംഗ് ഹോം കെയർ സർവീസ് ഉള്ളപ്പം നമ്മൾ അതിൻ്റെതായ ആ വരുമാനത്തിൽ നിന്നാണ് നമ്മൾ കൂടുതലും ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മളൊരു മെനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മോർണിംഗ് ടൈം ടീ സ്റ്റാർട്ടിങ്, അതിനുശേഷം പിന്നെ ടിഫിൻ, പിന്നെ ലഞ്ച്, അങ്ങനെ ഒരു മെനു ഉണ്ട്. പക്ഷെ ആ മെനുവിനേക്കാളും നമ്മൾ പേഷ്യൻറ്റിൻ്റെതായ അനുസരിച്ച് നമ്മൾ കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ട്, 3 times അല്ല കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന പേഷ്യൻ്റ് ഉണ്ട്. പക്ഷെ അത് കൂടുതൽ അപ്പം അതിനനുസരിച്ച് അതൊക്കെ നമ്മുടെ ഒരു എക്സ്പെൻസാണ്. പക്ഷെ അത് നമ്മൾ ഒരിക്കലും ഇതിലൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയത്തില്ല. പിന്നെ എല്ലാം ഞങ്ങൾ ഔട്ട്സൈഡ് പോയി വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഇതിൽ നല്ല ഒരുവിധം സക്സസ് ആയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടുണ്ട്. മുന്നോട്ടേക്കും അങ്ങനെ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ വരുന്ന പേഷ്യൻ്റ് എല്ലാവരും നല്ല ഹാപ്പിയാണ്, ഞങ്ങളും ഓക്കെയാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു ഞാൻ ചോദിച്ചാൽ, ഒരുപാട് സംഘടനകൾ, മലയാളി സംഘടനകളുണ്ട് അല്ലേ? ആരെങ്കിലുമൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാം? തീർച്ചയായിട്ടും. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്തൊക്കെ നമ്മുടെ ഒരുവിധ ആൾക്കാരെ നമ്മളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സംഘടനകളിൽ നിന്നും നമുക്കിവിടെ എല്ലാവരും വന്നു കാണുകയും കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാവരും. അത് നമുക്ക് നല്ലൊരു ബലമാണ്. നമസ്കാരം. നാട്ടിലെവിടെയാണ് സ്ഥലം? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ഇപ്പൊ ഹൈദരാബാദ് വന്നിട്ട് എത്ര വർഷമായി? ഹൈദരാബാദ് വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. 30 വർഷം. ഈ ലാബുമായിട്ട് സംബന്ധിച്ച് ജോലി ചെയ്യുന്ന എത്ര വർഷം സാധാരണ ഞാൻ ലാബിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വരുന്ന പേഷ്യന്റിന്റെ, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സൈഡിൽ പോയിട്ട്, ഉദാഹരണത്തിന് ഞാൻ വിളിച്ചാൽ എന്നെ വിട്ടൊരു പേഷ്യന്റ് ഉണ്ട്, അവിടെ വന്ന് ഞങ്ങൾ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യും. അപ്പം എന്തൊക്കെയാണ് നിങ്ങളിപ്പോ അവിടെ വന്ന് നിങ്ങളുടെ ഇവിടുത്തെ? ഞങ്ങള് എല്ലാ ടെസ്റ്റുകളും ചെയ്യും. അതുപോലെ തന്നെ എക്സ്റേസ് ഉണ്ട്, പോർട്ടബിൾ എക്സ്റേസ് വീടുകളിൽ അതും വന്നെടുക്കും. എവിടെ ആർക്ക് എന്ത് ആവശ്യമുണ്ടോ അവിടെ പോയി ഞങ്ങൾ എടുത്തിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിലുള്ള ആർക്കെന്ത്, ഇവിടുത്തെ അന്തേവാസികൾ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ തന്നെ അല്ലെ? അത്യാവശ്യം ഡോക്ടർമാരൊക്കെ ആവശ്യം വന്നാൽ വരും. എല്ലാരും ഓൺ കോളിലുണ്ട് ഡോക്ടേഴ്സ് വരും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ധൈര്യമായിട്ടൊരു പേഷ്യൻസിനെ കൊണ്ടുവരാം. അതുപോലെ പേഷ്യന്റ് ആയാലും ഇനിയിപ്പം പ്രായമായവരെ ആരാണേലും ശരി, ഞങ്ങൾ അവരുടെ എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ദൂരം വരെ നിങ്ങൾക്ക് ഇവിടുന്ന്? ഇപ്പൊ ഞാൻ പറയാം, എന്റെ വീട് ഇപ്പൊ ഒരു 10 കിലോമീറ്റർ എന്ന് വെച്ചാൽ ആ 10 കിലോമീറ്റർ നിങ്ങൾ വന്നിട്ട് വരും. ദൂരപരിധി ഒന്നും ഒരു പരിധിയില്ല. നിങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതിന് നിങ്ങളുടെ ഈ ഒരു സഹകരണ മനോഭാവം അല്ലേ? അതെ. അപ്പൊ ഇത് ഇനി മുമ്പോട്ട് തന്നെ ഇങ്ങനെ തന്നെ പോകാനാണ്? ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ്. അതെ. ഇവിടെ വരുന്ന ആൾക്കാർ എങ്ങനെയാണ് സഹകരണം? ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ലതായിട്ട് സഹകരിക്കുന്നത്. എല്ലാ ഭാഷക്കാരും വരുന്നുണ്ട്, എല്ലാ ലാംഗ്വേജ്. മലയാളികളുണ്ട്, തെലുങ്കരുണ്ട്, തമിഴിയൻസ് ഉണ്ട്, ഹിന്ദിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആർക്കും ധൈര്യമായിട്ട് വന്നിട്ട്, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അറിഞ്ഞതും, സാധാരണ വെളിയിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റൊക്കെ ഇപ്പൊ നിങ്ങളാണെങ്കിൽ കുറച്ച്, അതായത് അതിന്റെ റേറ്റും കാര്യം കുറച്ച് കുറവാണ്. സത്യമാണ്. അതെ. അപ്പം സാധാരണക്കാർക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ് അല്ലേ? വളരെ സന്തോഷം നിങ്ങളോട് ഒക്കെ സഹകരിച്ചതിന്. సరే అబ్బాయి ఇప్పుడు వస్తారు, అన్నం పెడతారు. పాట పాడతావా? పాడు. పర్వాలేదు, పాట. రాముల పూజ చెయ్యండి జనులారా మీరు, ఆత్మనాత్మ వివేక పెరుగండి. ఆత్మరాముల పూజ చేసి పాతకం జడపాసునిలలో ప్రీతితో వైకుంఠపురముకు సాతలై దరి చేరపోతుడు. ఆత్మరాముల పూజ చేయండి జనులారా మీరు, ఆత్మనాత్మ వివేక పెరుగండి.
क्या है? सिद्धार्थ प्रफुल्ल वोरा, एक्चुअली आप कौन सा स्टेट का है? महाराष्ट्र का है ना? बॉम्बे, बॉर्न इन बॉम्बे। बॉम्बे। चेन्नई में कितना साल हुआ? चेन्नई में मतलब 25 years हो गए, 25-30 years। क्या काम कर रहा था? IT, मेडिकल सॉफ्टवेयर। ओके ओके। अभी इधर आके कितना साल हो गए? यहाँ पे हैदराबाद में आए? इधर 15 जुलाई को आया ना मैं। बोलिए सर। अच्छा, ये बता दो, आप चेन्नई में कौन सा ईयर में गया था? हाँ, वो 10th स्टैंडर्ड से, 10, 8th, 9th, 10th। इसका मतलब आपको तमिल अच्छी तरह जानता हूँ। तमिल தெரியுங்க சொல்லுங்க. तमिल தெரியும். எங்கே இருந்தாச்சு சென்னையில்? சென்னையில் எங்கே ஸ்டே பண்றீங்க சொல்லுங்க. அண்ணநகர்ல. ஓகே. இப்போ இங்கே வந்துட்டு எவ்வளோ இயர் ஆச்சு ஹைதராபாத்தில்? நான் ஹைதராபாத்தில் அப்போ தான் வந்தேனே. இப்போ 15th ஜூலையில் வந்தேன். ஜூலையில் வந்துச்சு. ஆமாங்க. ஓகே ஓகே. இப்போ உங்களுக்கு வேற யார் இருக்கு? தங்கச்சி அக்கா இருக்காங்க. 2 அக்கா இருக்காங்க. அவர் எங்கே இருக்கு? ஒரு அக்கா சிங்கப்பூர்ல இருக்காங்க, ஒரு அக்கா எங்க இருக்காங்க? யூஎஸ்ல இருக்காங்க. ஓகே. இங்கே வந்து உங்களுக்கு எப்படியா இருக்கு இந்த ஏரியா? உங்களுக்கு இது ஏரியா சூப்பரா இருக்கு சார். வெதர் நல்லா இருக்கு, சாப்பாடு நல்லா கிடைக்குது. சாப்பாடு எப்படி? நல்லா 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 இருக்கு. நல்லா இருக்கு. நல்லா கம்ப்ளைண்ட் கிடையாது, நல்லா இருக்குது. ஓன்லி ஃபுட் எப்படியா பார்த்துட்டு ரொம்ப நல்லா கிடையாது. ஃபேமிலி மாதிரி, நல்ல ஃபேமிலி மாதிரிங்க. பிரச்சனை கிடையாது. இல்லை சிச்சி, இதை விட பிரச்சனை கிடையாது. வரக்கூடாது. நல்ல 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 மனுஷன். நல்லா நல்லா அண்ணன், சதீஷ், அக்கா, நல்ல ஃபேமிலி மாதிரிங்க. நல்ல ஃபேமிலி மாதிரிங்க. இப்போ உங்களுக்கு தமிழ் தெரியும், ஹிந்தி தெரியும், இங்கிலீஷ் தெரியும். இங்க வந்த ஒரு பார்த்துட்டு உங்களோட எக்ஸ்பீரியன்ஸ் பாருங்க, வீடு மாதிரிங்க. வீடு மாதிரி பாருங்க, அப்பா அம்மா இல்லை, அக்கா இருக்காங்க. அக்கா வெளிநாட்டுல இருக்காங்க. அக்கா மாதிரிங்க. அக்கா மாதிரி ட்ரீட் பண்றாங்க. அக்கா மாதிரி. அவர் நான் தம்பி தானே. அப்படியா? அதாவது வயசு ஜாஸ்தி பண்ணா தம்பி மாதிரி தானே. तमिल मादे देना अल्लाह नंबी के देना बोलो। तो इधर जो भी आप लोग से मिलने आए थे, आपका कोई भी जो अभी आज मैं आया, आज आप आए, तो कोई भी आते रहते हैं, तो उन लोगों को देख के कैसे लगा आपको? अच्छा लगता है? समथिंग यू मीट पीपल राइट, लोगों को मिलते हैं ना, मिलना चाहिए ना, जो मिलना। और सब देखो कोई ना कोई आता ही रहता है, कैसा है, तबीयत ठीक है, सब पूछते रहते हैं। दीदी आती है, भैया आते हैं, भैया मतलब भैया आते हैं, नहीं तो बड़े भैया आते हैं, कोई ना कोई आते ही रहता है। मतलब आपको कोई टेंशन नहीं है? रिलैक्स्ड, ऐसे रिलैक्स होना बना। क्योंकि काम में इतना रहता है ना, हम लोग इतना काम करते हैं, 18 hours 19 hours काम करते हैं, थोड़ा माइंड रिलैक्स हो गया, थोड़ा फ्रेश हो गया, वेदर भी अच्छा है, खाना मिलता है। नहीं, जहाँ पे हम रहते हैं वहाँ पे उसका उसी एरिया का जो क्लाइमेट है, उसी घर पे जहाँ पे रहता है उसी एरिया का जो लोग हमें बात करते हैं, उसमें मिलते रहते हैं, उसमें अपना माइंड फ्रेश हो जाता है। डेफिनेटली but देखो if you meet some people, different people or something with a good culture, with a good background, with good caring nature, definitely positive vibes तो आता ही है ना, आते ही रहता है ना, positive vibes तो आना ही चाहिए ना। बार बार हम लोग आते हैं आपको मिलने के लिए, आप लोग का ये बात लोगों को पहुंचाने के लिए, क्योंकि देखो कोई भी होना, कोई भी it should be like a win-win situation. ഞങ്ങളുടെ ഈ സംരംഭം കണ്ടിട്ട് ഞങ്ങളുടെ വളർച്ചയിൽ ഞങ്ങളെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലോട്ട് കടന്നു വന്ന മനോജ് ചേട്ടനും ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. എസ്ജെഫ് ഹെൽത്ത് കെയർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ദൊമ്മായിഗുഡയിൽ നിന്ന് വന്നാലും ബാലാജി നഗറിൽ നിന്ന് വന്നാലും നമ്മുടെ നോബിൾ സ്കൂളുണ്ട്. നോബിൾ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് റോഡ്, അവിടെ ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിൾ, ആ റോഡ് ഹൈടെൻഷൻ റോഡ് 3rd ലൈൻ റോഡ് എൻഡാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ജാതി, മതം അല്ലെങ്കിൽ ഭാഷ ഇതൊന്നും നോക്കാതെ നിത്യവും അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള കെയറും ചെയ്ത് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ചേർത്ത് പിടിച്ച് ഈ സഹോദരങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. ഇതൊരു വലിയ സംരംഭമായി മാറണം. ഇനിയും നിരവധി ആൾക്കാർ ഈ ഭവനം സന്ദർശിക്കണം. ഈ സംരംഭത്തിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ കൊടുക്കണം. ഓൾഡ് ഏജ് ഹോമിൽ പോകുമ്പോൾ നമുക്കവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഓൾഡ് ഏജ് ഹോമാണ് എന്ന്.
പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു വീടിൻ്റെ പ്രതീതി. ഇവിടെ അങ്ങനെ ഒരു പ്രായമായ ആൾക്കാരെ നോക്കുന്ന രീതിയല്ല ഇവർ. സ്വന്തം അച്ഛനെയും അമ്മയും നോക്കുന്ന അതേ ലാഘവത്തോടെയാണ് ഇവിടെയുള്ള സ്റ്റാഫുകൾ ഉൾപ്പെടെ ഇവിടെയുള്ള ഈ അന്തേവാസികൾക്ക്, അല്ലെങ്കിൽ അവരെ നോക്കുന്ന അന്തേവാസികളൊന്നും പറയാൻ പറ്റില്ല, നമ്മളിൽ ഒരാളായി അവർ നമ്മുടെ കൂടെ ജീവിക്കുന്നു. തീർച്ചയായും ഈ ഒരു സംരംഭം അതൊരു വലിയ സംരംഭമായി മാറട്ടെ. ഹൈദരാബാദിലുള്ള ഓരോ മലയാളികളും സമയം കിട്ടുമ്പോൾ ഇവിടം സന്ദർശിക്കണം. വാക്കുകൊണ്ടെങ്കിലും ഇവർക്ക് ഒരു സപ്പോർട്ട് അതിന് കൂടെ നിൽക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.